മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ.പി. ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. ചാലക്കുടി മുൻ MP-യാണ് കെ.പി. ധനപാലൻ. കിരൺകുമാർ വിശദാംശങ്ങൾ നൽകും. കിരൺ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? അഖില, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയെ ഇന്ന് പുലർച്ചെയായിരുന്നു കെ.പി. ധനപാലൻ അന്തരിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MP-യുമായിരുന്നു കെ.പി. ധനപാലൻ. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. ഏതാനും ദിവസങ്ങളായി തന്നെ അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിച്ചത്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം പിന്നീട് കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ ഒരു സൗമ്യനായ മുഖം, അല്ലെങ്കിൽ മുതിർന്ന ഒരു നേതാവ് എന്ന രീതിയിലെല്ലാം തന്നെ ശ്രദ്ധേയനായ ഒരു നേതാവായിരുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ എറണാകുളം DCC പ്രസിഡന്റ് എന്നീ ചുമതലകളിലൊക്കെ എല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ദീർഘകാലമായി തന്നെ അദ്ദേഹം പാർലമെന്ററി രംഗത്തും സജീവമായിരുന്നു. 10 വർഷത്തോളം പറവൂർ നഗരസഭയിൽ കൗൺസിലറായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് 2009 ചാലക്കുടി ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച സമയത്ത് അവിടെ നിന്നും മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ MP-ആയി അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നിരവധി തവണ ഇത്തരത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച അദ്ദേഹം വലിയ നേട്ടങ്ങൾ തന്നെയായിരുന്നു കൈവരിച്ചിരുന്നത്. സംഘടനയെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൃശ്ശൂരിലും എറണാകുളത്തും വലിയ രീതിയിൽ തന്നെ സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചൊരു നേതാവ് കൂടിയായിരുന്നു കെ.പി. ധനപാലൻ. പിന്നീട് AICCയുടെ പ്രതിനിധിയായി ലക്ഷദ്വീപിന്റെ ചുമതലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇങ്ങനെ ദീർഘകാലമായി തന്നെ രാഷ്ട്രീയ മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തന്നെ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ബന്ധുക്കൾ, അദ്ദേഹവുമായി അടുത്തുള്ള വൃത്തങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി പറവൂരിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ സംസ്കാരം നടക്കും. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്നു കെ.പി. ധനപാലനൊപ്പം നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ MP-യാണ് കെ.പി. ധനപാലൻ. ഇനി അദ്ദേഹത്തിന്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് വരേണ്ടത്.